EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, രാമൻകുത്ത്, നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് സമാപനമായി. സമാപന ചടങ്ങിന്റെ ഭാഗമായി ഖരമാലിന്യ പരിപാലന ചട്ടം നല്ല 4 വർത്തമാനം പരിപാടി സംഘടിപ്പിച്ചു. കനോളി പ്ലോട്ട് ഓഡിറ്റോറിയത്തിൽ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. മുമ്പൊന്നുമില്ലാത്ത വിധം അസുഖങ്ങളും പകർച്ചവ്യാധികളും പല പുതിയ പേരുകളും ഷിഗല്ല, നിപ്പ തുടങ്ങി നമുക്ക് മുമ്പ് കേൾക്കാത്ത പല പേരുകളൊക്കെ കേൾക്കുകയാണ്. നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടും ശരിയാക്കണം. ആ ശരിയാക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നുള്ള മാലിന്യമല്ല അടുത്ത വീട്ടിൽ ഇടുക. നമ്മൾ അതിൽ നിന്ന് അപ്പുറത്തിടുക. അതിൻ്റെ നമ്മളെ കൾച്ചറുകൾ മുമ്പുണ്ടായിരുന്നത്. അപ്പം അതും പറ്റില്ല. കാരണം അതന്നെ നമുക്ക് അപകടമാകുന്ന ചുറ്റുപാടിലാണെന്ന്. ഈ കാര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ മന്ദഗതിയിലാണ് ഈ സംഗതികൾ നടക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം ബാധ്യതയാണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാൻ നമ്മുടെ മനോഭാവത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ, ശുചിത്വ അംബാസിഡർ RK മലയത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപിടിക്കൽ, മേരീസ് ഷിബു, സ്മിതമോൾ, കൗൺസിലർമാരായ അടുക്കത്ത് ഇസാഖ്, AT ഫ്രാൻസിസ്, റസിയ അള്ളമ്പാടം, PT കുഞ്ഞുമുഹമ്മദ്, PK ഉമ്മർ, ശാലിനി, വിജയലക്ഷ്മി, ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ടുചാലിൽ, HI സലീം, JHI വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, രാമൻകുത്ത്, നിലമ്പൂർ.